ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസത്തെ ഫലമാർ പറയുന്നത് ജൂലൈ മാസത്തിൽ തുലാരാശിക്കാർക്കുള്ള ഫലം അഥവാ തുലാരാശി എന്ന് വെച്ചപ്പോൾ തന്നെ ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം കൂടി ചേരുന്ന തുലാരാശിക്കാർക്ക് ചാരവസാൽ സഞ്ചരിച്ചുകൊണ്ട് 5-ൽ ശനി, 6-ൽ രാഹു. ശനി അനുകൂലമാണ്, രാഹു അനുകൂലമാണ്. 7-ൽ ചൊവ്വ, 8-ൽ വ്യാഴം അനുകൂലമല്ല, 9-ൽ സൂര്യൻ, ശുക്രൻ, 10-ൽ ബുധൻ എന്നിവയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈ മാസം ഗുണദോഷ മിശ്രഫലമാണ് കാണുന്നത്. ഗുണദോഷ മിശ്രഫലം പറഞ്ഞാൽ എല്ലാറ്റിലും ഗുണദോഷ മിശ്രഫലം. തൊഴിൽ സംബന്ധമായിട്ട് കുറച്ചൊരു പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. അത് കാരണം തൊഴിലിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം പറയുന്നത്. ആ തൊഴിൽ കേന്ദ്രീകരിക്കണമെങ്കിൽ നമ്മൾ ആ തൊഴിലിനെ എങ്ങനെ പരിഹരിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന് ശിവനിങ്കൽ എല്ലാ ഞായറാഴ്ചയും ധാരാവിളക്ക്, മാല, ഭാഗ്യസൂക്തം എന്നിവ ചെയ്തു വരികയാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തുലാരാശിക്കാർക്ക് 9-ൽ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ അനുകൂലകരമായിട്ടാണ്. വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, വാഹനം പറയുമ്പോൾ എല്ലാ വാഹനങ്ങളും 2 വീലർ തൊട്ടിട്ട് എയറോപ്ലെയിൻ, അതായത് വിമാനം വരെയുള്ളത്, എല്ലാ വാഹന സംബന്ധമായിട്ടുള്ളതിൽ വർക്ക് ചെയ്യുന്നവർക്കും, മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്. അതുപോലെ ധനനഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധനസംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ പ്രതിസന്ധി വരുവാനുള്ള സാധ്യതയുണ്ട്. മഹാവിഷ്ണുവെങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞപ്പെട്ട്, തുളസിമാല, ഭാഗ്യസൂക്തം, സഹസ്രനാമ അർച്ചന വ്യാഴാഴ്ച തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ആഴ്ചയും ചെയ്തു കഴിഞ്ഞ് പറഞ്ഞാൽ അത്രയും ഉത്തമം. അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും ചെയ്തു വരണം എന്നുള്ള നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. രാഹു അനുകൂലമാണ്. 6-ാം ഭാവം സംബന്ധമായിട്ട് രോഗസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അധികമൊന്നും ഉടലെടുക്കാനുള്ള വഴിയില്ല. കടബാധ്യതകളെല്ലാം പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തുവാൻ സാധ്യതയുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. ഭവന നിർമ്മാണം, കൺസ്ട്രക്ഷൻ വർക്ക്, മറ്റുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും, അലോപ്പതി സംബന്ധമായിട്ടുള്ള മേഖലകളിലും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള, സ്റ്റീൽ സംബന്ധമായിട്ടുള്ള മേഖല, ഖനന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് ഉള്ളത്. ഗുണദോഷം പറയുമ്പോൾ ഗുണമുണ്ട്, ദോഷങ്ങൾ ഏത് വഴിക്കണം? ധനസംബന്ധമായിട്ട്, അതുപോലെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ സൂക്ഷിക്കണം. ഇൻകം ടാക്സ് റെയ്ഡൊക്കെ പെട്ടെന്നുണ്ടാവും. ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്വർണ്ണങ്ങളെല്ലാം, ഈ കള്ളക്കടത്ത് നടത്തുന്ന സ്വർണ്ണങ്ങളെല്ലാം പെട്ടെന്ന് പിടിക്കപ്പെടും. അതുപോലെ തന്നെ ആഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കുടുംബത്തിൽ ചിലപ്പോൾ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, സന്താനങ്ങളെ കൊണ്ട് തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊക്കെയാണ് ഞാൻ പറഞ്ഞത് വ്യാഴത്തെങ്കിലും പരിഹാരം ചെയ്യണം പറഞ്ഞു. അതുപോലെ തന്നെ 7-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചൊവ്വയാണ്. ചൊവ്വ അത്ര ക്ലിയർ അല്ല. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള കലഹങ്ങളുണ്ടാവും. ഐക്യമത സൂക്തം പരമാവധി ചെയ്താലും ചിലപ്പോൾ ചെറിയ ഫലങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. എല്ലാ ആഴ്ചയും ചെയ്തു വരികയാണെങ്കിൽ അത്രത്തോളം ഉത്തമമായി അവിടെ നിന്ന് മാറുന്നതായിരിക്കും. അതായത് ജൂലൈ മാസം ഏകദേശം ലാസ്റ്റോടുകൂടി മാറാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം അതുവരെയും ചെയ്തു വരിക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പറഞ്ഞാൽ 10-ൽ ബുധൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ലതാണ്. അത് കാരണം തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒരു അടുക്കും ചിട്ടിയും വരുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ, മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സംഭാഷണ ലെവലുകൾ കൊണ്ട് ചിലപ്പോൾ തെന്നിത്തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം സംഭാഷണം ആവുന്നതും കുറയ്ക്കുക എല്ലാറ്റിലും. ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ സംഭാഷണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളടക്കം ചിലപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ദോഷകരമായിട്ടുള്ള ഒരു മാസമാണ് ഈ മാസം. അത് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്ക് വളരെ കുഴപ്പമില്ലാത്തൊരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സേനാധിപത്യം വഹിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മറ്റുള്ളവർക്കും അത്ര ഗുണകരമായിട്ടുള്ള സമയമല്ല. അത് കാരണം കൊണ്ട് തന്നെ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും രക്തപുഷ്പാഞ്ജലിയും കഠിന പായസവും എല്ലാം നടത്തുന്നത് വളരെ ഉത്തമമായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിലെ ഐശ്വര്യ, അഭിവൃദ്ധി, സന്താനങ്ങളെ ശ്രദ്ധിക്കുക.
സന്താനങ്ങൾ വഴിതെറ്റിപ്പോകാനും സന്താനങ്ങളെ കൊണ്ട് തലവേദന ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ട് ദയവ് ചെയ്ത് ആർക്കും പണം കൊടുത്തു പോകരുത്. വിദേശത്തേക്ക് പോകാനായിട്ട് പണം കൈ കൊടുത്തു കഴിഞ്ഞ് നഷ്ടപ്പെടുന്നുള്ള യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ധനം അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും സഹായം ചോദിച്ച് കൊടുത്തു കഴിഞ്ഞ് വന്നത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, കിട്ടാൻ ബുദ്ധിമുട്ടും, പറഞ്ഞ സമയത്ത് കിട്ടില്ല എന്ന് തന്നെ പറയാം. ഫൈനാൻസ് സംബന്ധമായിട്ട് ഇടപാട് ചെയ്യുന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ, അക്കൗണ്ട് തൊട്ട് ഫൈനാൻസ് സംബന്ധമായിട്ട് ചെയ്യുന്ന എല്ലാ മേഖലയിൽ പഠിക്കുന്നത് ഒരു മൈക്രോ ഫൈനാൻസ് നടത്തുന്ന അവർക്ക് അടക്കം വേണ്ടി വളരെ ദോഷമുള്ള ഒരു സമയമാണ്. അത് കാരണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ടാണ് അവർക്കും കാണുന്നത്. ഗുണദോഷ മിശ്രം എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും ചേർന്ന് പറയേണ്ട കാര്യങ്ങൾ എനിക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് കാരണം തന്നെ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. വേണ്ട പരിഹാരങ്ങൾ വേണ്ട സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ വളരെ കുഴപ്പമില്ല എന്ന് തന്നെ പറയുന്നത്. അതുപോലെ തുലാ രാശിയിൽ പെട്ടിരിക്കുന്ന ചില ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. ജൂലൈ 7, 8, 9, 10, 11, 12, 13 വയസ്സ് 13-ാം തീയതി വரைക്കും അത്ര വലിയൊരു കുഴപ്പമില്ലാത്തൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അത് വിട്ട് കഴിഞ്ഞ് 23, 24, 25, 26, 27, 28, 29 അങ്ങനെയുള്ള ദിവസങ്ങളും ഗുണകരമായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. പിന്നെ നക്ഷത്രവശാൽ ചെയ്യാൻ പറ്റുന്ന ചില പരിഹാരങ്ങളുണ്ട് തുലാരാശിക്കാർക്ക്. ചിത്ര നക്ഷത്രത്തിൽ കാണിക്കുകയാണെങ്കിൽ ഭഗവതി സേവ ചൊവ്വാഴ്ച ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുകയും ചോതി നക്ഷത്രക്കാർക്ക് നാഗത്തിങ്കിൽ 100 പാലും നടത്തുന്നതും, വിശാഖ നക്ഷത്രക്കാർക്കാണെങ്കിൽ മഹാവിഷ്ണുവിൽ നാം നേരത്തെ പറഞ്ഞ മാതിരി മഞ്ഞപ്പട്ട്, തുളസിമാല നിവേദ്യം, പാൽപ്പായസ നിവേദ്യം, സഹസ്രനാമാർച്ചന, ഭാഗ്യസൂക്തം എന്നിവയെല്ലാം ചെയ്യുന്ന വർഷം ദോഷാധിക്യങ്ങൾ കുറഞ്ഞ് ഈ മാസത്തിന് തരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. നമസ്കാരം.